Traders, welcome. This is Vipin. മാർക്കറ്റിൽ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്പർ 1 പ്രോഫിറ്റ്, നമ്പർ 2 ലോസസ്. ലോസസ് വരുമ്പോൾ നമ്മളൊക്കെ സാഡായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. ഓരോ ദിവസം ലോസ് കഴിയുമ്പോഴും നെക്സ്റ്റ് ഡേ നമുക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറയും, അല്ലെങ്കിൽ നമ്മളുടെ സൈക്കോളജി കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ലോസസ് ഈക്വൽ ടു സാഡ്നെസ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് സൈക്കോളജി. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴോ, പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചിന്തിക്കുന്ന കാര്യം പ്രോഫിറ്റ് ആണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നതാണ്. പക്ഷേ അതല്ല ഫാക്റ്റ്. പ്രോഫിറ്റ് ആണെങ്കിൽ 80% ഓഫ് ദ ടൈമും നമ്മൾ ഹാപ്പി ആയിരിക്കില്ല. ലീവിങ് മണി ഓൺ ദ ടേബിൾ എന്നുള്ള ഒരു ഫിയറിൻ്റെ മുകളിൽ നമ്മൾ ചാടിക്കയറി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. റൈറ്റ്, 1:2 ആയിക്കോട്ടെ, ഏത് ലെവലിലാണെങ്കിലും നമുക്കൊരു മാർക്കറ്റ് റിവേഴ്സ് ആവുന്നെന്ന് തോന്നുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ ഫീൽ ലൈക്ക് നമുക്ക് മാർക്കറ്റിനെ കുറിച്ചെല്ലാം മനസ്സിലായി. കാരണം എന്താ, നമ്മൾ ആ ഒരു പോയിന്റിൽ എക്സിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായേനെ. റൈറ്റ്, അതേ സമയത്ത് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ മൂവ്സ് പോലെ, നമ്മളൊരു സമയത്ത് മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന പ്രതീക്ഷിച്ച ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഫുൾ ട്രെൻഡ് ഡേ ആയിട്ടാണ് മാർക്കറ്റ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്സിനൊന്നും അന്നേരം നമുക്കൊരു വിലയുണ്ടാവില്ല. നമ്മൾ ആകെ ചിന്തിക്കുക, ഇപ്പോൾ സപ്പോസ് എനിക്കൊരു 10,000 ആണ് പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ ആ 10,000-നെ പ്രൗഡ്ലി, അതായത് ഞാൻ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയ 10,000 ആണ് എന്ന് പ്രൗഡ്ലി കാണുന്നതിന് പകരം നമ്മൾ പറയുന്ന കാര്യമാണ്, അത് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് 50,000 കിട്ടുമായിരുന്നു. ഇത് വളരെ നിരുപദ്രവകരമായിട്ടുള്ള ഒരു ഡയലോഗായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മളുടെ സൈക്കോളജിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ പ്രോഫിറ്റിൽ നമ്മൾ ഹാപ്പിയാണ്, കണ്ടൻ്റ് ആണ് എന്നുള്ള ഒരു പോയിൻ്റ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ദിവസം ട്രേഡ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടുതലായിരിക്കും. നമുക്ക് നമ്മളുടെ മുകളിൽ തന്നെ, നമ്മളുടെ സെറ്റപ്പിൻ്റെ മുകളിൽ നമ്മൾ ആസ് എ ട്രേഡർ നമ്മൾ എത്ര നല്ലൊരു ട്രേഡറാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. കഴിഞ്ഞ മൂവ്സിന് ശേഷം വന്ന മെസ്സേജസിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് ഒരു 4,000 രൂപയുടെ പ്രോഫിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് 4,000 രൂപ പ്രോഫിറ്റ് കിട്ടി, പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര 27,000 ഓർ സംതിങ് കിട്ടുമായിരുന്നു. അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ ഇദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഈ കാൽക്കുലേഷനിൽ പറയുന്നത് ആ ദിവസത്തെ ഓപ്ഷൻ, ഏത് ഓപ്ഷനാണ് ഇദ്ദേഹം വാങ്ങിയത്, അതിന് ശേഷം എത്ര പോയിൻ്റ് മൂവ് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര പൊസിഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ ആഡ് ചെയ്ത് വളരെ എന്താ പറയണ്ടേ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്. ഇത്ര എനിക്ക് കിട്ടുമായിരുന്നു. എന്നിട്ട് എന്നോടൊരു ചോദ്യം, ഇത് കളയാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? മാർക്കറ്റ് എല്ലാ സമയത്തും മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കും. നമ്മളതിൽ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല മാർക്കറ്റിന്. റൈറ്റ്, നമ്മൾ ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ളത് നമുക്ക് മാത്രമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ, ഒരാൾ ട്രേഡ് ചെയ്യും, പിന്നെ ബാക്കിയുള്ള സമയത്ത് പെട്ടെന്ന് വേറെങ്കിലും ഒരു ചാനലിലോ എവിടെയെങ്കിലും ലൈവ് ട്രേഡിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണും. ഡെഫിനറ്റ്ലി പല ആൾക്കാരുടെയും റിസ്ക് മാനേജ്മെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും, ക്യാപിറ്റൽ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇതേ ദിവസം ഒരാൾക്ക് 10 lakh പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 10 lakh പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മളുടെ 4,000 പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല അതിൻ്റെ മുന്നിൽ. റൈറ്റ്, ഈ ഒരു ഗ്യാപ്പ് നമ്മളുടെ സൈക്കോളജിയെ എഗെയിൻ ഡിസ്റ്റർബ് ചെയ്യും. സോ ഇവിടെ വരുന്ന അപകടം, നെക്സ്റ്റ് ഡേ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ ഇതുപോലെയുള്ളൊരു ട്രെൻഡിന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യും. കാരണം നമുക്കറിയാം ഇന്നലെ നമ്മൾ മിസ് ചെയ്തു, ഐ എം നോട്ട് ഗോയിങ് ടു മിസ് ദിസ് എഗെയിൻ എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ നെക്സ്റ്റ് ഡേ പോയി മാർക്കറ്റിൽ വീണ്ടും ഒരു ട്രെൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ട്രെൻഡ് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും, അല്ലെങ്കിൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി സൈഡ് വൈസ് പോകുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യും. സോ നമ്മളുടെ സൈക്കോളജി ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആണ്. ഓർക്കുക, ഓൾറെഡി 4,000 കിട്ടിയ ദിവസം ഹാപ്പി ആയിരിക്കേണ്ട നമ്മളുടെ സൈക്കോളജി ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞു. നമ്മൾ ആ വലിയ പ്രോഫിറ്റ് മിസ് ചെയ്തത് ഓർത്ത് നെക്സ്റ്റ് ഡേ വീണ്ടും അതിൻ്റെ മുകളിലൊരു ഡബിൾ നെഗറ്റിവിറ്റി വരികയാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് വർക്ക് ചെയ്യാതെ വരുമ്പോൾ. ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. 2 തരത്തിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ നമ്മൾ എല്ലാ സമയത്തും ട്രെയിൽ ചെയ്ത് മാർക്കറ്റിനെ കൊണ്ടുപോവുക.
ഈ ട്രെയിൽ ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ലോട്ടാണ് നമ്മളുടെ കയ്യിലുള്ളെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ലോട്ട്സോ അല്ലെങ്കിൽ പൊസിഷനോ ആണ് നമ്മളുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്കത് ട്രെയിൽ ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് ഇവനിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കും, മാർക്കറ്റ് ബ്രേക്ക് ഇവനിലേക്ക് തിരിച്ചു വന്ന് നമ്മളത് ഹിറ്റ് ആയതിന് ശേഷം മുകളിലേക്ക് പോകും. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ മൾട്ടിപ്പിൾ പൊസിഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രെയിൽ ചെയ്യാം. അതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. അത് കൂടാതെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു പ്രോപ്പർ ടാർഗറ്റുമായിട്ട് മാർക്കറ്റിലേക്ക് വരിക. ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രീഡി ടാർഗറ്റ് ആയിരിക്കരുത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത ഒരു വർഷത്തേക്കായിരിക്കണം, അല്ലാതെ അടുത്ത ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തേക്കായിരിക്കരുത്. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5% ആണ് നിങ്ങളുടെ ഓപ്ഷൻ ബൈങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ വലിയ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്സ് നമുക്കൊരു വർഷം കൊണ്ട് കിട്ടും. അതേസമയത്ത് നമ്മൾ ഇന്ന് 5% കിട്ടുന്നതിന് പകരം ഇന്ന് എനിക്ക് 50 വേണം, കാരണം മാർക്കറ്റ് 100% മൂവ് ചെയ്തു. ഞാൻ വാങ്ങിയ ഓപ്ഷൻ 100 റുപ്പീസിൽ ഞാൻ വാങ്ങിയ ഓപ്ഷൻ 200 ആയി. ഞാൻ വെറും 5 പോയിൻറ്റ് മാത്രമേ ബുക്ക് ചെയ്തുള്ളൂ, അപ്പോൾ എനിക്ക് 5% മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളൊരു വിഷമം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ 100 റുപ്പീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അത് എത്ര പ്രാവശ്യം ഏതൊക്കെ സമയത്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കുക, ട്രെയിൽ ചെയ്യുക. ഇനി ട്രെയിൽ ചെയ്യാത്തവരെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ പൊസിഷൻസ് നിങ്ങളുടെ ഒരു പ്രീ ഡിഫൈൻഡ് ടാർഗറ്റിൽ ബുക്ക് ചെയ്തേക്കുക. ഈ പ്രീ ഡിഫൈൻഡ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ദ സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ പ്രോസസ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ഇന്ന് ഞാൻ ഫുൾ ബുക്ക് ചെയ്യുന്നു, നാളെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് സപ്പോസ് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ 1:2 ബുക്ക് ചെയ്യും, റൈറ്റ്? നാളെ ഞാൻ പ്ലാൻ ചെയ്യുകയാണ് ഞാൻ നാളെ 1:2 ബുക്ക് ചെയ്യില്ല, ഞാൻ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയുന്നു എന്നുള്ളൊരു ധാരണ നമുക്ക് വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് മാർക്കറ്റ് 1:2 ഞാൻ ബുക്ക് ചെയ്യും, നാളെ ചെയ്യില്ല എന്ന്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രേഡർ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാളാണ്, പ്രൈസ് ആക്ഷൻ ട്രേഡർ അൽ ബ്രൂക്സ്. ഞാൻ ഒരുപാട് ആരാധിക്കുന്നൊരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു ട്രേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും വിചാരിക്കുക ആ ട്രേഡ് 2 or 3 ടൈംസ് മൂവ് ചെയ്യും എന്ന് വിചാരിച്ച് ആ ട്രേഡ് എൻ്റർ ചെയ്യുക. ഒരു ട്രേഡ് പോലും നിങ്ങൾ സ്കാൾപ്പിംഗ് എന്നുള്ള മെൻറ്റാലിറ്റിയോടുകൂടി എൻ്റർ ചെയ്യാതിരിക്കുക. അതേസമയത്ത് നമ്മൾ സ്കാൾപ്പിംഗ് കിട്ടിയത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവൽ കഴിയുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരും. അതേസമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്ലാൻ എന്തും ആയിക്കോട്ടെ, ഞാൻ ഇന്ന് എൻ്റർ ചെയ്ത ട്രേഡ് ഞാൻ എന്ത് വന്നാലും 1:2 മാത്രമേ ഞാൻ എക്സിറ്റ് ചെയ്ത് നിങ്ങൾ തീരുമാനിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവൽ വരെ ഹോൾഡ് ചെയ്യാനുള്ള കൺവിക്ഷൻ ഉണ്ടാകും. ഈ 1:2 എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ബ്ലൈൻഡ് 1:2 അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിയർ ബൈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവിടെ ചിലപ്പോൾ 1:2 അല്ല കിട്ടുന്നത്, 1:1.5 ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അല്ലാതെ എനിക്ക് 1:2 വേണം, ഞാൻ എവിടെ എൻ്റർ ചെയ്താലും എനിക്ക് 1:2 വേണമെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതുപോലെയുള്ള നമ്മളുടെ എന്താണോ എക്സിറ്റ് സ്ട്രാറ്റജീസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, ഗ്രീഡി ആവാതിരിക്കുക. ഇതുപോലെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 1:2 അല്ലെങ്കിൽ 1:3 ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 1:8 1:9 നിങ്ങൾക്ക് കിട്ടാത്ത ദിവസങ്ങളായിരിക്കും മിക്കവാറും. പക്ഷേ ഈ 1:2s ആഡപ്പ് ഇത് നമ്മൾ കാണാതെ പോകുന്നു. ഈ 1:2 1:3 നമ്മൾ എത്ര പെർസെൻറ്റേജ് ഓഫ് ഗെയിൻസ് ആണോ നമുക്ക് കിട്ടുന്നത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പെർസെൻറ്റേജ് ഗെയിനിലേക്ക് എത്തും. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല. ബിക്കോസ് നമുക്കൊരു എന്താ പറയണ്ടേ, പല വലിയ വലിയ പൊസിഷൻസും ലൈവ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഒറ്റ ജമ്പിൽ എത്തണം എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഈ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇത് വെറും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ മാത്രമല്ല, നമ്മുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഇഷ്യൂ കൂടിയാണ്. കാരണം നമ്മളൊരു ഉറപ്പില്ലാതെ, അതായത് ഇന്നൊരു സ്ട്രാറ്റജി ചെയ്യുന്നു, നാളെ വേറൊരു വീഡിയോ കണ്ടു ആ സ്ട്രാറ്റജി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വന്നാലും ഇത് തന്നെ സംഭവിക്കും. കാരണം നമുക്കറിയില്ലല്ലോ നമ്മൾ എവിടെയാണ് എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന്. സോ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഗ്രീഡി ആവാതെ ഒരു ചെറിയ പ്രോഫിറ്റ് മാത്രം എടുക്കുക. ഈ ചെറിയ പ്രോഫിറ്റ് എടുക്കുന്നതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ചെറിയ പ്രോഫിറ്റ് കൂടി ഒരു എമൗണ്ട് ആകുമ്പോൾ നമുക്ക് നമ്മൾ മുകളിലുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. അതായത് ഒരു ഓവർ കോൺഫിഡൻസ് അല്ല, പക്ഷേ യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെയും പെർഫെക്ഷൻ ആക്കാൻ പറ്റും, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ ഗെയിം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഗെയിമാണ്.
അല്ലാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വലിയ വലിയ ട്രേഡേഴ്സ് അവർ രാവിലെ 9:30 അല്ലെങ്കിൽ 9:15 ഇരുന്ന് വൈകുന്നേരം 3:30 വരെയുള്ള മൂവ് ക്യാപ്ചർ ചെയ്യുന്നവരല്ല. അവർ പണ്ട് ചെയ്തിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ 1 ലോട്ടോ 2 ലോട്ടിലായിരിക്കും, ഇപ്പം ചെയ്യുന്നുണ്ടാകുന്നത് 100 1000 ലോട്ടിലായിരിക്കും. നമ്മൾ പല ഡയറക്ഷനിലായിട്ടുള്ള ഓപ്ഷൻ ബയേഴ്സും സെല്ലേഴ്സിനുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാത്രമല്ല എങ്ങനെയാണ് ഒരു സ്പോട്ട് ചാർട്ട് നോക്കി ഓപ്ഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. സോ ഇതിനു വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാർ ഈ കമ്മിങ് വീക്കിൽ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ നമുക്ക് വെക്കാം. അതായത് October 7th അല്ലെങ്കിൽ 8th ഈ ഡേറ്റ്സാണ് വരിക. നൈറ്റിലാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവുക. അതൊരു സൂം വെബിനാറായിട്ടോ ആ രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ടെലഗ്രാമിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ഡെഫിനറ്റ്ലി ചെയ്യുക, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയം ഏതാണെന്നുള്ളത്. ഒരു നൈറ്റ് 8 o'clock ശേഷമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ നമുക്ക് വെക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ സീ യു സൂൺ, ബൈ.